നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാറുണ്ടോ? നിങ്ങളെല്ലാവരും ഗോതമ്പ് പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതിന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഗോതമ്പ് പൊടി, ഇത് സാധാരണ ഗോതമ്പ് വാങ്ങി നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നല്ല പോലെ നമുക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് അത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കില്ലേ, അതുമാതിരി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയേ വേണ്ടൂ, അധികം അങ്ങ് വെന്ത് പോകുമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ചുറ്റിച്ച് അതിനകത്ത് കട്ടയെല്ലാം പോകുന്ന വിധത്തിൽ നല്ല പോലെ മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒറ്റയും കട്ടയില്ലാണ്ട് നമുക്ക് കിട്ടിയാൽ ശരിക്കുള്ള നൈസ് ഗോതമ്പ് പൊടി പോലെ തന്നെ ഉണ്ടാവും, മീൻസ് പുട്ടുപൊടി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം അമ്മ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുട്ടുപൊടി കുഴക്കുന്ന പോലെ തന്നെ കയ്യിൽ കുറച്ചായിട്ട് വെള്ളം നനച്ച് നല്ല പോലെ മിക്സപ്പ് ചെയ്തിട്ട് എടുക്കും. പിന്നെ വേറെ പണിയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ടിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളിവിടെ എപ്പോഴും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാറുള്ളത്. ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. മീൻസ് നമ്മളായാലും എൻ്റെ വീട്ടിലായാലും ഗോതമ്പ് പുട്ടിൻ്റെ പൊടി വാങ്ങിക്കുമല്ലോ, അത് വാങ്ങിച്ചിട്ടായിരുന്നു സാധാരണ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് ട്രസ്റ്റ് മീ ഗൈസ് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയും പുട്ടുപൊടിയും എല്ലാം സെറ്റാക്കി നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഒന്നുകിൽ നമ്മുടെ നല്ല അരച്ച് വെച്ച മീൻ കറി, അല്ലെങ്കിൽ നല്ല കുരുമുളക് ഇട്ട് വെച്ച നമ്മുടെ ചിക്കൻ കറി. രണ്ടായാലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.